ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് 4th ലെസന്റെ 8ാമത്തെ പ്രവർത്തനം കംപ്ലീറ്റ് ആക്കി. അപ്പൊ അടുത്ത 9 എന്താണ്? നായയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതാം. കേൾക്കുന്നില്ലേ മക്കളെ? അപകടകാരി ഉത്തരം കിട്ടിയല്ലോ. കിട്ടിയില്ലേ? അപ്പൊ ഫസ്റ്റ് വൺ അതിൽ ഇനി വ്യത്യാസം കണ്ടുപിടിക്കാം എന്നുള്ളതില് വെള്ളക്കാരൻ ആരാ? ബ്രിട്ടീഷുകാർ. ഓക്കെ, അതായത് വെളുത്ത വർഗക്കാർ, അതാണ്, അങ്ങനെയാണ്. നെക്സ്റ്റ് പാവാടക്കാരി അല്ലേ? പാവാടക്കാരി ഏതാ? പാവാട ധരിക്കുന്നവൾ. നമ്മൾ കഴിഞ്ഞതില് കാവൽ ജോലി ചെയ്യുന്നവരാണല്ലോ കാവൽക്കാർ എന്ന് പഠിച്ചു അല്ലെ? അപ്പം അത് ജോലിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത്? കാവൽക്കാർ, കൃഷിക്കാർ, പട്ടാളക്കാർ, പോലീസുകാർ എന്നൊക്കെ നമ്മൾ എഴുതിയത്. ഇപ്പൊ എങ്ങനെയാ? അപ്പം ഇംഗ്ലണ്ടുകാർ അതാണല്ലേ? ബ്രിട്ടീഷുകാരാണ് വെള്ളക്കാരൻ. ഓക്കെ, നെക്സ്റ്റ് പാവാടക്കാരി, പാവാട ധരിക്കുന്നവൾ. മൂന്നാമത്തെ ഏതാ? അപകടകാരി അല്ലെ? അപകടകാരി പറഞ്ഞ എന്താ? നമുക്ക് ഉപദ്രവം നിൽക്കുന്നവർ അല്ലെ? അതായത് അപകടം ചെയ്യുന്ന ആള്, അപകടം ഉണ്ടാക്കുന്ന ആളാണ് ആര്? അപകടകാരി. ആളായാലും വസ്തുവായാലും ഏതായാലും അതാണ് അപകടകാരി. ഓക്കെ, നെക്സ്റ്റ് ഏതാ? 9 കഴിഞ്ഞു. അത് എല്ലാവർക്കും ഫിനിഷ് ആയോ? ഫിനിഷ് ആയ മക്കളേത്? അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് നായയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതാം എന്നുള്ള 9ാമത്തെ പ്രവർത്തനം ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ്? നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ അല്ലെ? രണ്ടാമത്തെ എന്താ പറഞ്ഞേ? നായിയുടെ വാല് എത്ര നിവർത്തിയാലും വളഞ്ഞേ ഇരിക്കൂ. മൂന്നാമത്തെ എന്താ എഴുതണ്ടേ? 2 കണ്ടോ അവിടെ എഴുതാനുണ്ട്. എന്തൊക്കെയാ എഴുതുന്നേ? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. എങ്ങനെ എഴുതും? എഴുതാൻ അറിയോ എല്ലാവർക്കും? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. എഴുതി എല്ലാവരും? എന്തേ അല്ല കുട്ടി? നമ്മള് മോളിപ്പം കയറിയതാണോ? 4th ലെസൺ 4ാമത്തെ പാഠത്തിന്റെ ഏതാണ്? നമ്മളിപ്പം 9ാമത്തെ വർക്കാണ് ചെയ്യുന്നത്. അതായത് പേജ് നമ്പർ 90. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞ? നായി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും. നായയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് നമ്മൾ എഴുതുന്നത്. അതില് ഫസ്റ്റ് നായി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും അതിലുണ്ട്. നെക്സ്റ്റ് വൺ നായയുടെ വാല് എത്ര നിവർത്തിയാലും വളഞ്ഞേ ഇരിക്കൂ. മൂന്നാമത്തെ എന്താ? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. എഴുതിയോ? ഓക്കെ, എഴുതാനറിയില്ലേ? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. ഫിനിഷ്. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എന്തേ ദേവാഞ്ജന എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, ആഗ്നസ്? ഓക്കെ, എല്ലാരും എഴുതി അല്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്താ? കേൾക്കുന്നില്ല അല്ലെ നിങ്ങൾക്ക്? ഒരു ടീച്ചർ കൂടി ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ട് വരും. ഓക്കെ, അപ്പോ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല അതാണ് എഴുതണ്ട അല്ല. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. നെക്സ്റ്റ് ഏതാ? മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു. എന്താ ഇതിനർത്ഥം? എന്തായാലും മോങ്ങാനിരിക്കുന്ന, കരയാനിരിക്കുന്ന പട്ടിയാണ്, അതിന്റെ തലയിൽ തേങ്ങ കൂടി വീണു എന്നർത്ഥം.
അടുത്ത എന്താ എഴുതണ്ടേ? മോങ്ങാനിരിക്കുന്ന കുട്ടിയുടെ തലയിൽ തേങ്ങ വീണു. നെക്സ്റ്റ് അത് രണ്ടും ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അയക്കുന്നതിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു. ഓക്കെ. എഴുതി എല്ലാവർക്കും എഴുതാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഏതാ എഴുതേണ്ടത്? പിന്നെ ചൊല്ലാം രസിക്കാം എന്നാണ്. എന്ത്? മീശ വളർത്തും പൂച്ചമ്മ, വാശിക്കാരി പൂച്ചമ്മ, പത്തായത്തിന് കാവലിരിക്കും സൂത്രക്കാരി പൂച്ചമ്മ. അല്ലേ? എന്താണത്? ചൊല്ലിയിട്ടുണ്ടായിരുന്നു എല്ലാരും. അതെ, പാഠം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം വായിക്കണം കേട്ടോ. മീശ വളർത്തും പൂച്ചമ്മ, വാശിക്കാരി പൂച്ചമ്മ, പത്തായത്തിന് കാവലിരിക്കും സൂത്രക്കാരി പൂച്ചമ്മ. ശ്വാവേ നിനക്കുള്ള ഗുണങ്ങൾ ഓർത്താലാവോ നമുക്കുള്ള മലിഞ്ഞിടുന്നു, നീ വല്ലതും തന്നിടുവോനു വേണ്ടി ചാവുന്നതിനും തുനിയുന്നുവല്ലോ. വീട്ടുമൃഗങ്ങളെ കുറിച്ചുള്ള ഇമാതിരി കവിതകൾ ശേഖരിച്ച് എഴുതുക ആണ്. അതെല്ലാം പഠന പ്രവർത്തനങ്ങളാണ്, കുഴപ്പമില്ല കേട്ടോ. ഒന്നും നമ്മുടെ നോട്ടിൽ എഴുതേണ്ടതൊന്നുമല്ല. പിന്നെ നെക്സ്റ്റ് വരുന്ന എന്താ? 11ാമത്തെ കഥ പൂർത്തിയാക്കുക. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഥ ഉണ്ടായിരുന്നു. അത് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തവരുണ്ടോ? അന്ന് ഒരാളെ അത് വായിച്ചുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് അതുപോലെ ഇപ്രാവശ്യവും വരുന്നുണ്ട് നമുക്ക് കഥ പൂർത്തിയാക്കുക. എന്താ കഥ? നന്ദുവിന്റെ വീട്ടിലെ നായയുടെ പേര് ടിക്കു എന്നാണ്. ശ്രദ്ധിക്കണേ എല്ലാവരും. ടിക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ടിക്കു ഓടിയെത്തും. ആരാ ടിക്കു? നന്ദുവിന്റെ വീട്ടിലെ നായയുടെ പേര്. ഓക്കെ. ഒരു ദിവസം നന്ദു സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ കുറച്ച് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് മക്കളെ. ഓക്കെ ഓക്കെ. കിട്ടുന്നുണ്ടോ മിസ്സേ? ഓക്കെ. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഹെഡ്സെറ്റ് എല്ലാം വെച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ല? ഓക്കെ, ക്ലിയർ ആണ് ഇപ്പോ? അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു കഥ വായിക്കുകയാണ്. ഇത് കഥ പൂർത്തിയാക്കുക. ബാക്കി നിങ്ങൾ പൂർത്തിയാക്കണം കേട്ടോ. ഓക്കെ. നന്ദുവിന്റെ വീട്ടിലെ നായയുടെ പേര് ടിക്കു എന്നാണ്. ടിക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ടിക്കു ഓടിയെത്തും. ഒരു ദിവസം നന്ദു സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ടിക്കു ഉറക്കെ കുരച്ചുകൊണ്ട് വീട്ടിന്റെ പിന്നിലേക്ക് ഓടി. നന്ദു അവന്റെ പുറകെ ചെന്നു. അവിടെ ഒരു കുഞ്ഞിക്കിളി. എന്താണ്? ബാക്കി നിങ്ങളത് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് എഴുതിയിട്ട് വരണം കേട്ടോ. അത് മിസ് പറഞ്ഞു തരേണ്ടതല്ല കേട്ടോ, നിങ്ങൾ സ്വന്തം പൂർത്തിയാക്കണം. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ പാഠത്തിന്റെ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ആ കഥ നല്ലപോലെ എഴുതിയിട്ട് വരണം. എല്ലാ കുട്ടികളും എഴുതണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്, എല്ലാവരും എഴുതണം. ഓക്കെ. ആ കഥ എല്ലാവരും പൂർത്തിയാക്കണം. ഓക്കെ. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ 4th ലെസൺ കംപ്ലീറ്റ് ആയി. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇന്നിപ്പോ സെൻഡ് ചെയ്യും. ഓക്കെ. ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്യും. എല്ലാവരും എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ആ പാഠത്തില്? ആർക്കെങ്കിലും? ഓക്കെ, സൂര്യദേവിനില്ല. നെക്സ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല. ആദിദേവിനില്ല, ഷെഫിക്കില്ല, ബിജു. ഓക്കെ ഓക്കെ. ആൻഡ്രോസ്, സെബ ആർക്കും ഇല്ല അല്ലേ? ഓക്കെ. ക്രിസ്റ്റിക്കില്ല. അല്ല, ഞാൻ വായിച്ചില്ലേ? അത് നോട്ടിൽ എഴുതണം. അപ്പൊ ഈ പറഞ്ഞതിലുണ്ടല്ലോ നമ്മളെ ഇപ്പൊ ഇന്ന് മിസ് ഇതുവരെ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ. അല്ല, ഈ പിരിച്ചെഴുതുക മുതൽ ഞാൻ വാട്സാപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ബുക്കിൽ സൂക്ഷിക്കണ്ടെന്ന് കരുതി. അപ്പൊ ഇതിൽ എന്തെങ്കിലും നമ്മൾ എഴുതിയാൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചണം കേട്ടോ. അപ്പൊ മിസ് ഇന്ന് ഈ പിരിച്ചെഴുതുക മുതൽ
വാട്സപ്പിൽ എഴുതിയിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആൻസറും പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ വരികൾ കണ്ടെത്താമില്ല. അത് ഞാൻ എഴുതിയില്ല, അത് നിങ്ങൾ വീട്ടിൽ നോട്ടിൽ എഴുതണമെന്നില്ല. നെക്സ്റ്റ് എഴുതിയില്ല, ഏത് സമയത്തെ കുറിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെയുള്ളത് നിങ്ങൾ എഴുതുന്നെങ്കിൽ എഴുതി സൂക്ഷിക്കുക കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇതൊക്കെ എഴുതണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആര്, വെള്ളക്കാരൻ ടീച്ചർ പറഞ്ഞത്. യെസ്, ആരാ വിളിച്ചേ? അത് എഴുതണമെന്നില്ല. ആരാ മിസ് വിളിച്ചേ? നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ആക്കിയോ ക്വസ്റ്റ്യൻ ആൻസറും? അല്ല, ഏതൊക്കെ എഴുതി മോളെ? അർത്ഥവും പകരം പദങ്ങളും ക്വസ്റ്റ്യൻ ആൻസർ ഒഴികെ ബാക്കിയെല്ലാം എഴുതി. ക്വസ്റ്റ്യൻ ആൻസർ ഒഴികെ ബാക്കിയെല്ലാം എഴുതി അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോ എഴുതണോ നോട്ടില്? ഏത് പഴഞ്ചൊല്ല് എഴുതണമെന്നില്ല, അതിന് തൊട്ട് മുമ്പിൽ എഴുതണം. ഏത് ഇനി വ്യത്യാസം കാണാന്നുള്ളത് എഴുതണം. ആ പറഞ്ഞ മക്കളെ. ക്ലിയർ കുറച്ച് കുറവാണല്ലേ? അപ്പോ എല്ലാരും ഈ പാട്ട് വായിച്ചിട്ടുണ്ടായിരുന്നോ? ടീച്ചർ ക്ലിയർ ഇല്ല. കുഴപ്പമില്ലപ്പാ, ഇവിടെ ഇപ്പൊ ഓക്കെ ആണല്ലോ. ഏത് എഴുതണമെന്ന്? കൂടുതൽ അറിയാം. അതേതാ? അതൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി ഇതിൽ കേട്ടോ. ഓക്കെ, അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടാവണം. ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാടാണ് നമുക്ക് ഇന്നലെ പഠിക്കേണ്ടത്. എല്ലാവരും ഈ പാട്ട് വായിച്ചിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന്? ഉണ്ടോ? വായിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോ ഈ പാട്ട് നല്ലപോലെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും മിസ് കരുതുന്നേ. എന്താ? നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം, നമ്മെ കാണുന്നളവത് കാട്ടും നന്ദി മറക്കാമോ, വല്ലതും ഒന്ന് കൊടുക്കും പുരുഷനെ വളരെ ബഹുമാനം, വാലും പൊക്കിക്കൊണ്ട് അവനുടെ മേൽ വന്നിതുടൻ കേറും, അറ്റത്താണ് നിലത്തു കിടക്കും പരിചൊടെഴുന്നേൽക്കും, കാലും കയ്യും കനിവൊടു നക്കും കരുണം വിളികൂട്ടും, നമ്മളുറക്കം കൊണ്ടു കറങ്ങും നടുരാവാൻ നേരം, നല്ലൊരു വീട്ടിനു ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ, തന്നുടെ യജമാനനു വേണ്ടിയിട്ടതു തന്നുയിരും നൽകും, മരണം വരെയും നന്ദി എഴുന്നവർ മറ്റാരിതുപോലെ. അല്ലേ? ഓക്കെ, അപ്പോ നായനെ പറ്റി നമ്മൾ പഠിച്ചത്. നമ്മുടെ വീട്ടിന്റെ കാവൽക്കാരനായ നായയെ പറ്റി ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും ഇത് നല്ല പോലെ വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇനി നെക്സ്റ്റ് പാഠം എടുക്കാം അല്ലേ? അപ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്ക് പാഠം 5. ഏതാ പാഠം 5? മയിൽപീലി കണ്ണുകൾ. എന്താ പാഠത്തിന്റെ പേര്? മയിൽപീലി കണ്ണുകൾ. ഓക്കെ, വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ, മയിലിന്റെ പീലികൾ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അല്ലേ? അങ്ങനെ ചോദിച്ചു. അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാലുപോലെ വെളുത്തതും മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജുപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ല.
ജൂപ്പിറ്ററുടെ മോഹത്തെക്കുറിച്ച് അറിഞ്ഞ് രാജ്ഞിക്ക് പരിഭ്രമമായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ നീ നല്ലപോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടുപോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജൂപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി. ജൂപ്പിറ്റർ അതൊരു നേരമ്പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ വിശ്വസ്തനാണ്, സമർത്ഥനാണ്. കൈക്കൂലി വാങ്ങി യജമാനത്തിയെ വഞ്ചിക്കയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായ കഥകൾ പറയാനും അറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവർ എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജൂപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ പിടിച്ചു കൊണ്ടുവന്ന് തരണം എന്നാവശ്യപ്പെട്ടു. ദേവഗായകൻ ആർഗസിന്റെ അടുത്ത് ചെന്നു കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ പറയൽ അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കഥ രസകരമായി തോന്നി. പശുവിന്റെ കാര്യം മറന്നു. ഗായകൻ പിന്നെ മധുരമായ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരൻ പശുവിനെ തട്ടിയെടുത്ത് ജൂപ്പിറ്ററിന് കൊണ്ടുപോയി കൊടുത്തു. ജൂണോ ദേവി സംഗതി അറിഞ്ഞു. നാണവും കോപവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. 100 കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എൻ്റെ മയിലിന്റെ പീലികൾക്ക് നൽകുന്നു. അല്ലേ? നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി? പിന്നെന്താ, കുറച്ചുകൂടി ഉണ്ട്. ആർഗസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ് മയിലിന്റെ പീലി കണ്ണുകളുമായി മാറിയത്. അമ്മൂമ്മ കഥ പറഞ്ഞു നിർത്തി. എന്താ മനസ്സിലായത് നിങ്ങൾക്ക് ഇതില്? ഓക്കെ കുട്ടികളെ, എന്തെങ്കിലും മനസ്സിലായോ? അപ്പോ പാഠം 5 എന്താ പേര്? മയിൽപീലി കണ്ണുകൾ അല്ലേ? ഓക്കെ. അപ്പൊ എവിടുത്തെ കാര്യ പറഞ്ഞേ? ഗ്രീസിലെ കാര്യ പറയുന്നത് അല്ലേ? ഗ്രീസിലെ അമ്മൂമ്മമാര് കുട്ടികൾക്ക് എപ്പോഴും കഥ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഇത്രേ അല്ലേ? ഓക്കെ. അതിലെ ഒരു കഥയാണ് പറയുന്നത് അല്ലേ? എന്താ കഥ? വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു അല്ലേ? വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഏത്? ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിലോ എന്താ, കഥ കേൾക്കാതെ ഉറക്കമില്ല. ചില കുട്ടികൾ അങ്ങനെയായിരിക്കും അല്ലെ? ചെറുപ്പത്തില് കഥ കേൾക്കാതെ ഉറങ്ങില്ല അല്ലേ മക്കളെ? ഓക്കെ. അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി അല്ലെ? അമ്മൂമ്മമാരോട് ഓരോ കഥകൾ ചോദിക്കും. ഓരോ കഥ അമ്മൂമ്മ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്തായി? ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അല്ലേ? മയിൽപീലി കണ്ണുകൾ കണ്ടിട്ടില്ലേ? കുറെ കണ്ണുകൾ ഉണ്ടാവും അല്ലെ? എങ്ങനെ മയിൽപീലി കണ്ടിട്ടില്ലേ എല്ലാവരും? അപ്പോ എന്ത് ചോദിച്ചു? അമ്മൂമ്മേ മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അതൊരു രസകരമായ കഥയാണ് അല്ലെ? ഒരു കഥ പറയാൻ തുടങ്ങി അമ്മൂമ്മ. എന്ത് കഥയാ? മയിൽപീലിക്ക് എങ്ങനെ ഇത്രയും കണ്ണുകൾ ഉണ്ടായത് എന്ന കഥ പറയാൻ തുടങ്ങി അല്ലെ? അപ്പൊ അമ്മൂമ്മ ചിരിച്ചിട്ട് എന്ത് പറഞ്ഞു? അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. ദേവന്മാർക്ക് രാജ്ഞി ഉണ്ടായിരുന്നു. ആ രാജ്ഞിയുടെ പേരെന്താ? ജൂണോ എന്നൊരു
രാജ്ഞി ടീച്ചർ ഉണ്ടായിരുന്നു അല്ലെ. കേൾക്കുന്നില്ല. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും ടീച്ചർ മിനുത്തതുമായ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ മക്കളെ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പോ ആ കഥ പറയേനേ അമ്മമ്മ. എന്താ പറഞ്ഞേ? ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. എങ്ങനെയായിരുന്നു പശുവിന് എന്താ പ്രത്യേകത? പാല് പോലെ വെളുത്തതും, വെളുത്ത പശുവാണ് അല്ലെ, മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായ ജുപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. അപ്പൊ എന്തായി? ദേവന്മാരുടെ രാജാവായ ജുപ്പിറ്റർ എന്ത് തോന്നി? ആ പശുവിനെ കണ്ട സമയത്ത് എന്ത് തോന്നി? ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം ഉണ്ടായി അല്ലേ. ഓക്കെ. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കില്ല അല്ലെ. ഓമനിച്ച് പോറ്റുന്ന പശുവിനെ ആർക്കും കൊടുക്കാൻ ജൂണോ തയ്യാറായില്ല അല്ലെ. ജുപ്പിറ്ററുടെ മോഹത്തെ കുറിച്ചറിഞ്ഞ് രാജ്ഞിക്ക് പരിഭ്രമമായി. എന്താ വെച്ചാ അയാള് ദേവന്മാരുടെ രാജാവാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഒന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? അത് നേടിയെടുക്കും. അതുകൊണ്ട് തന്നെ ജൂണോക്ക് ഭയമായി. എന്റെ പശുവിനെ കൊണ്ടുപോവോ എന്നുള്ള ഒരു ഭയമായി. അപ്പൊ ജുപ്പിറ്ററുടെ മോഹത്തെ കുറിച്ച് അറിഞ്ഞ് രാജ്ഞിക്ക് എന്തായി? പരിഭ്രമമായി, പേടിയായി അല്ലെ. ജുപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? നമ്മുടെ പശുവിനെ നീ നല്ല പോലെ നോക്കിക്കൊള്ളണേ, ആരും അതിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇടയാകരുത്. അപ്പൊ ആരാ പശുവിനെ നോക്കുന്നത്? ആർഗസ് അല്ലെ. ഓക്കെ, ആർഗസ്. അപ്പൊ നമ്മുടെ പശുവിനെ നീ നല്ലതുപോലെ നോക്കിക്കൊള്ളണം, ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത് എന്ന് ആര് പറഞ്ഞു? ജൂണോ പറഞ്ഞു അല്ലെ. ഓക്കെ. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആര്? ആർഗസ്. ആ പശുവിനെ നോക്കുന്ന ആൾ എങ്ങനെയുള്ള ആളായിരുന്നു? 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു അല്ലെ. ഓക്കെ. അപ്പോ ആ മനുഷ്യൻ എന്താ പറ്റിയ? 100 കണ്ണുകൾ ഉണ്ടായിരുന്നു. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കൂ. നമ്മ ഉറങ്ങുമ്പോൾ ഉള്ള പോലെ 2 കണ്ണേ അവര് ഉറങ്ങുമ്പോൾ 2 കണ്ണേ അടഞ്ഞിരിക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ള എത്ര? 98 കണ്ണുകൾ എന്തായിരിക്കും? തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുമോ അല്ലെ. ഓക്കെ. അപ്പൊ മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. ആർഗസിന് ഒരുപാട് കണ്ണുകളുണ്ട്. അദ്ദേഹം ഉറങ്ങുമ്പോൾ പോലും 2 കണ്ണുകളെ അടഞ്ഞിരിക്കും അല്ലെ. അപ്പൊ ബാക്കി കണ്ണുകളൊക്കെ തുറന്നിട്ടാ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അല്ലെ. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജുപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. എന്ന് വെച്ചാൽ ജുപ്പിറ്റർ രാജാവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? രാജ്ഞിക്ക് ഒരു വേവലാതി ഉണ്ട് അല്ലെ, ഇദ്ദേഹം കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തില്. അതുകൊണ്ട് തന്നെ രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. ആർഗസിനെ വെട്ടിച്ചുകൊണ്ട് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. അത് രാജ്ഞിക്ക് അറിയാം. എങ്കിലും ജൂപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെ. ആർഗസിനോട് രാജ്ഞി എന്ത് പറഞ്ഞു? സദാ പശുവിന്റെ മേലെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് സദാ പറഞ്ഞ എല്ലായ്പ്പോഴും പശുവിന്റെ മേലെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ആര് പറഞ്ഞു? ജൂണോ ആർഗസിനോട് പറഞ്ഞു അല്ലെ. നമുക്കിന്ന് അതുവരെ മതി അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിയിരുന്നത്? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? മയിൽപ്പീലി കണ്ണുകൾ എന്ന് പറഞ്ഞാല് അപ്പൊ വളരെയേറെ പഴക്കമുള്ള ഒരു രാജ്യമാണ് ഗ്രീസ്. രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കവുമില്ല. അതുകൊണ്ട് തന്നെ അമ്മൂമ്മമാർ എന്ത് ചെയ്യും? കഥ പറഞ്ഞിട്ട് ആണ് ഉറക്കുക അല്ലെ കുട്ടികളെ. അങ്ങനെ അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി അല്ലെ അവിടെ. ഓക്കെ. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ല പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും
മിനുത്തതുമായ ഒരു പശു. ദേവന്മാരുടെ രാജാവായി ജുപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹമുണ്ടായി. പക്ഷെ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല അല്ലെ. ജൂപ്പിറ്ററുടെ മോഹത്തെക്കുറിച്ച് അറിഞ്ഞ രാജ്ഞിക്ക് പരിഭ്രമമായി. ജുപ്പിറ്റർ തന്റെ വെള്ളപ്പശുവിനെ തട്ടിയെടുക്കുമോ എന്നവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ നീ നല്ല പോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടുപോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജുപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന് ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കേട്ടോ, അത്ര വരെ മതിയല്ലേ? ഓക്കെ, ഇത് ആരും ഒന്ന് വായിക്കേനി, മനസ്സിലായില്ലേ അത്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത എത്ര പേരുണ്ട് ഇപ്പൊ ഈ ക്ലാസ്സിൽ? വായിക്കാത്ത കുട്ടികൾ ആരാ ഉള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ വായിക്കാത്തെ? കൃപാമേരി അല്ലേ? ഓക്കെ, കൃപാമേരി എന്നാ വായിച്ചോ. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചില്ല. ഉറക്കെ വായിച്ചേ. പാഠം 5 മയിൽപ്പീലി കണ്ണുകൾ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ സമർത്ഥമായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. അവർ അമ്മൂമ്മ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ പറയും. ഒരിക്കൽ ചെറിയ കുട്ടി അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മയാണ് മയിലിന്റെ കുഞ്ഞുകളിൽ ഇത്തരത്തിൽ കണ്ണുകൾ ഉണ്ടായത്? അമ്മൂമ്മ ചിരിച്ചു, അതൊരു കഥയാണ്. നല്ലൊരു പശുവിനെ വളർത്തിയിരുന്നു. മിനുത്തതുമായൊരു പശു. ദേവന്മാരുടെ രാജാവായ ഓമന പശുവിനെ അവർ ഭയന്നു. പശുവിനെ നോക്കി ആർഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ തട്ടിക്കൊണ്ട് പോകാൻ ഇതാക്കരുത്. 100 കണ്ണുകളുള്ള മനുഷ്യനായിരുന്നു. 2 കണ്ണു മറ്റു കണ്ണുകളെല്ലാം. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് എങ്കിലും ജൂപ്പിറ്റർ ഭയപ്പെട്ടു. എപ്പോഴും പശുവിനെ തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി ാക്കിയത്. ജൂപ്പിറ്റർ അതൊരു നേരം പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? യജമാനത്തിയെ ഇല്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം.
പോയാ മക്കളെ നമുക്ക് നെറ്റ് കുറയുന്നല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എന്റെ ഭാര്യയുടെ പീടികൾക്ക് നൽകുന്നു. ആർഗസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ്. മോളെ ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, എല്ലാവരോടും ബൈ, സി യു. നെറ്റ് കുറവാണ്.